വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് നമുക്കൊരു റോസ്മേരി ഹെയർ ഓയിൽ എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള സംഭവമാണല്ലോ ഈ റോസ്മേരി ഓയിൽ, റോസ്മേരി വാട്ടറൊക്കെ. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ ഞാൻ ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ബൗൾ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അത് തീരുമ്പോഴാണ് പിന്നെ അടുത്തത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിനി മെഷർ ചെയ്ത് ഒരു 100 ml ഓഫ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ, നല്ല പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു 100 ml ഓഫ് ഓയിലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 to 16 ഡ്രോപ്സ് ഓഫ് എസൻഷ്യൽ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബൗളിനെ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അതിനൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പാച്ചില കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ്മേരി ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1 year ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.